പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഞായറാഴ്ച രാവിലെയാണ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. PC വിഷ്ണുനാഥ് MLA, KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട്ടേക്ക് പ്രചരണത്തിന് പോകുന്നതിന് മുമ്പും രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയിരുന്നു. രാഷ്ട്രീയ യാത്ര തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എവിടെ നിന്നാണെന്നും രാഷ്ട്രീയ നേട്ടമല്ല, ജീവിതത്തിൽ പോസിറ്റീവായും നെഗറ്റീവുമായും എന്ത് സംഭവിച്ചാലും ആദ്യം ഓർക്കാൻ ആഗ്രഹിക്കുന്ന പേര് ഉമ്മൻചാണ്ടിയുടേതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ യാത്ര തന്നെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടം മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റെതാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം, ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അത് തന്നെയാണ് മനസ്സിൽ. പാലക്കാട് ഒരു വലിയ മിന്നും ജയം തന്നെയായിരുന്നു അത്. സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വിശ്വണ്ണ കിട്ടിയൊരു ഭാഗ്യമുണ്ട്. വിശ്വണ്ണൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ്. കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ചാണ്ടി ഉമ്മൻ സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എത്താതിരുന്നതെന്നും ഇത് വിവാദമാക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. പുതുപ്പള്ളിയിലെത്തിയ രാഹുൽ ചാണ്ടി ഉമ്മനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു.